ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാത്തുവിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗോവൻ ബാത്ത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. കേക്കിൻ്റെ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഗോവൻ ബാത്ത് കേക്കിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ റവയിൽ ഉണ്ടാക്കുന്നത് റവ നന്നായി നെയ്യിൽ വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആവശ്യമായ പഞ്ചസാര 1 കപ്പ് റവയാണെങ്കിൽ അതിനുശേഷം 3/4 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം മുട്ടയെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിലോട്ട് വാനില എസൻസ് കൂടെ ചേർക്കുക. കൂടാണ്ട് അതിലോട്ട് നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര. അതിനുശേഷം അതിലോട്ട് നമ്മൾ നെയ്യാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ തേങ്ങ ചേർത്തിട്ട് കുറച്ച് ചതച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 7 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് ഞാൻ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കണം. അതിലോട്ട് 1/4 കപ്പ് വെള്ളത്തിലോട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ അതിൽ ബാറ്ററിലേക്ക് ചേർത്ത് ഇളക്കി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കുക്കറിലാണ് ഞാനിത് വേവിക്കാൻ വയ്ക്കുന്നത്. കുക്കർ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം പാത്രത്തിലൊക്കെ ബാറ്റർ ഒഴിച്ച് ടാപ്പ് ചെയ്ത് അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ഗാർണിഷ് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇറക്കി വെച്ചു. ഇതൊരു 30-35 മിനിറ്റെങ്കിലും വെക്കണം വേവിക്കാനായിട്ട്. സിമ്മിലാണ് വെക്കേണ്ടത്. വേവിച്ചു. അത് കഴിഞ്ഞ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം, മറക്കല്ലേ. ഓക്കെ, ബൈ.